അവന്റെ സ്വപ്നങ്ങൾ വെറും ഭാവനകൾ മാത്രമായിരുന്നില്ല, അവ യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതികളായിരുന്നു. അവന് 18 വയസ്സായപ്പോൾ അവന്റെ സമ്പാദ്യം കുറവായിരുന്നു, പക്ഷേ അവന്റെ നിശ്ചയദാർഢ്യം വലുതായിരുന്നു. ഹൃദയമിടിപ്പോടെ അവൻ അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. കുറച്ചകലെ ഒരു ചെറിയ ഫ്ലൈറ്റ് സ്കൂളിൽ ചേരാനുള്ള തന്റെ പദ്ധതികൾ അവൻ വിശദീകരിച്ചു. അച്ഛൻ നിശബ്ദമായി കേട്ടു. അദ്ദേഹത്തിന്റെ നോട്ടം ഉറച്ചതായിരുന്നു. അർലോ പറഞ്ഞു നിർത്തിയപ്പോൾ ഒരു നീണ്ട മൗനം അവിടെ തങ്ങിനിന്നു. അർലോ സാധാരണ പറയാറുള്ള കൃഷിയിടത്തെക്കുറിച്ചും ഉത്തരവാദിത്തത്തെക്കുറിച്ചുമുള്ള പ്രഭാഷണത്തിനായി സ്വയം ഒരുങ്ങി. അതിനു പകരം അച്ഛൻ എഴുന്നേറ്റു, മൂലയിലുള്ള പഴയ മേശക്കരികിലേക്ക് നടന്നു. അതിൽ നിന്ന് ചെറിയ തേഞ്ഞുപോയ ഒരു പെട്ടി പുറത്തെടുത്തു. അത് അദ്ദേഹം അർലോയ്ക്ക് കൊടുത്തു. അതിനുള്ളിലൊരു പഴയ പോക്കറ്റ് വാച്ചായിരുന്നു. ചില്ല് പൊട്ടിയിരുന്നു, വെള്ളിനിറം മങ്ങിയിരുന്നു. ഇതെന്റെ അച്ഛന്റെയായിരുന്നു, വളരെ ശാന്തമായ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ലോകം കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അതിന് കഴിഞ്ഞില്ല. അർലോയെ നോക്കി അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പുതിയൊരു ഭാവം മിന്നിമറഞ്ഞു. അത് അഭിമാനമായിരുന്നു. ഈ ഭൂമി എപ്പോഴും ഇവിടെയുണ്ടാവും മോനെ, നീ പറന്നുയരൂ. അർലോയുടെ യാത്ര നീണ്ടതും കഠിനവുമായിരുന്നു. തന്റെ പഠനത്തിനായി അവൻ പല ജോലികളും ചെയ്തു. അവന്റെ ദിവസങ്ങൾ ക്ലാസുകളും ഫ്ലൈറ്റ് സിമുലേറ്ററുകളും രാത്രി വൈകിയുള്ള പഠനവും കൊണ്ട് അവ്യക്തമായിരുന്നു. സംശയത്തിന്റെ നിമിഷങ്ങളുണ്ടായിരുന്നു, കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും മറികടക്കാനാവില്ലെന്ന് തോന്നിയ നിമിഷങ്ങൾ. എന്നാൽ അപ്പോഴെല്ലാം അവൻ സിലസിന്റെ കോക്പിറ്റിലിരുന്ന ആ അനുഭവം, ആകാശത്തിന്റെ വാഗ്ദാനം, അവന്റെ അച്ഛന്റെ വാക്കുകൾ എന്നിവ ഓർത്തു. വർഷങ്ങൾക്കു ശേഷം അർലോ കളിപ്പാട്ട വിമാനവുമായി നടന്ന ഒരു കുട്ടിയായിരുന്നില്ല. അവൻ പൈലറ്റിന്റെ യൂണിഫോം അണിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. ലോകം അവന്റെ താഴെ ഒരു ജീവനുള്ള ഭൂപടം പോലെ നീണ്ടുനിവർന്നു കിടന്നു. കൃഷിയിടങ്ങൾ പച്ചയും തവിട്ടുനിറവുമുള്ള ചെറിയ ചതുരങ്ങളായിരുന്നു. അകലെ ഒരു നദിയുടെ തിളക്കം അവന് കാണാമായിരുന്നു. ആ വലിയ ജെറ്റ് വിമാനം മേഘങ്ങളിലൂടെ പറത്തുമ്പോൾ അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവൻ സങ്കൽപ്പിച്ചതുപോലെ ആകാശം വിശാലവും അതിരുകളില്ലാത്തതുമായിരുന്നു. അവന്റെ പോക്കറ്റിൽ തേഞ്ഞുപോയ ഒരു ചെറിയ പോക്കറ്റ് വാച്ചുണ്ടായിരുന്നു. അവൻ വന്ന വഴിയെയും ഒടുവിൽ പറന്നുയർന്ന സ്വപ്നങ്ങളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട്.